ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പപ്പിയെ ശാലിനി അകത്ത് ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ശാലിനിയോട് പപ്പിയെ പുറത്തേക്ക് കൊണ്ടുവരാനും പറയുന്ന സത്യഭാമയാണ്. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ശാലിനി പറയുന്നുണ്ടെങ്കിലും സത്യഭാമ തർക്കിച്ചു കൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്ക് സംശയമാണെങ്കിൽ വിഷ്ണുവേട്ടൻ തന്നെ അകത്തേക്ക് കയറി നോക്കാൻ പറഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ കൊണ്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രബോസും ബാക്കിയുള്ള പോലീസുകാരും കൂടി എത്തുകയാണ്. അവരെ കാണുമ്പോൾ സത്യഭാമ സന്തോഷത്തോടെ നിൽക്കുന്നു. എൻ്റെ കൊച്ചുമകൾ പപ്പിയെ ഇവളിവിടെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി ഇവളിതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും ഭാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, മിസ്റ്റർ ACP, ഈ കാണാതെ പോയെന്ന് പറയുന്ന പപ്പിയുണ്ടല്ലോ എൻ്റെ സഹോദരിയുടെ മകളാണ്. ഞാനെന്തിനാണ് എൻ്റെ സഹോദരിയുടെ മകളെ എൻ്റെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെ ഇവിടെ നിർത്തണമെങ്കിൽ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, എൻ്റെ സാറേ, ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. 2 പേട കൊടുത്താലേ അവൾ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളും. എന്നാൽ പിന്നെ കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടേക്ക് കയറി ഇതെല്ലാം ചെയ്താൽ പോരായിരുന്നു എന്ന് ചന്ദ്രബോസ് പരിഹാസത്തോടെ ചോദിക്കുകയാണ്. അല്ല, ഈ പറയുന്ന പപ്പിയെ എപ്പം മുതലാണ് കാണാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ രാത്രി മുതലായിരുന്നെന്ന് വിഷ്ണു പറയുന്നു. സംസാരിച്ചൊന്നും നിൽക്കണ്ട, നിങ്ങൾ അകത്തേക്ക് കയറി കുട്ടിയെ തപ്പിയെടുക്കാൻ പറയുമ്പോൾ ചന്ദ്രബോസ് തൻ്റെ സബോർഡിനേറ്റ്സിനോട് അകത്തേക്ക് കയറി തിരച്ചിൽ നടത്താൻ പറയുകയാണ്. അതേസമയം ഒരു പായയുടെ അകത്ത് ശാന്ത പപ്പിയെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പോലീസുകാർ എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും ആരും പായയുടെ അകത്ത് തിരയുന്നില്ല. അങ്ങനെ പോലീസുകാർ എല്ലായിടത്തും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പപ്പിയെ കണ്ടു കിട്ടുന്നില്ല. അകത്തെങ്ങും കൊച്ചില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുമ്പോൾ എന്നാൽ ഇവളെൻ്റെ കുഞ്ഞിനെ നാട് കടത്തി കാണുമെന്ന് സത്യഭാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യയാണ്. സത്യ പുറത്തേക്ക് വരുമ്പോൾ സത്യയോട് പപ്പിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് പോലീസുകാർ. സ്കൂളിൽ നിന്നല്ലാതെ താൻ പപ്പിയെ പിന്നെ കണ്ടിട്ടില്ലെന്ന് സത്യ പറയുമ്പോൾ അവരും അത് വിശ്വസിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാന്ത പപ്പിയെയും കൊണ്ട് കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറുന്നതാണ്. ഇനിയും മോള് ചിലപ്പോൾ വീടിൻ്റെ അകത്ത് നിന്നാൽ അവർ സംശയം കൊണ്ട് അകത്തേക്ക് ചെന്നാലോ, അതുകൊണ്ട് മോള് തൽക്കാലം ഈ ചെമ്പിൻ്റെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് പപ്പിയെ ചെമ്പിൻ്റെ അകത്തേക്ക് കയറ്റി കിടത്തുകയാണ് ശാന്ത. അതേസമയം ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ചിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ലേഡി കോൺസ്റ്റബിള് പപ്പിയുടെ ബാഗുമായിട്ട് പുറത്തേക്ക് വരുന്നത്. സാർ, ഈ ബാഗ് അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവരുമ്പോൾ ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് ഗോപാലകൃഷ്ണൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനാണ് കുഞ്ഞിനെ കടത്തിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയാണ് ചന്ദ്രബോസ്. ചോദ്യം ചെയ്യലിന് വേണ്ടി മേഡവും എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് അവിടുന്ന് പോകുമ്പോൾ ആകെ ഞെട്ടിലോടെ നിൽക്കുകയാണ് ശാലിനിയും ബാക്കിയുള്ളവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.